Good morning and welcome to Varthamanam ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്ത. ഇന്ന് കനയ്യ കുമാറിൻ്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുന്ന ദിവസമാണ്. JNUവിലെ സംഭവഗതികൾ എപ്രകാരമാണ് സുപ്രീം കോടതി വീക്ഷിക്കുന്നത് എന്ന് അറിയാനിരിക്കുന്ന ദിവസം. എന്തൊക്കെ അവസ്ഥകളാണ് സുപ്രീം കോടതിയിലും അതുപോലെ തന്നെ JNUവിനെ മുൻനിർത്തി നാട്ടിലൊക്കെയും നടക്കുന്നത്. JNUവിലെ സ്ഥിതിഗതികൾ അശാന്തമായി തന്നെ തുടരുകയാണ്. അവിടെ പ്രക്ഷോഭം ഇപ്പോഴും തുടരുന്നു. പല ആളുകളുടെ ഇടപെടലിന് ശേഷവും പ്രക്ഷോഭം അവസാനിക്കുന്ന ലക്ഷണം കാണുന്നില്ല. അതുമാത്രമല്ല, JNUവിലെ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം തമിഴ്നാട്ടിലേക്ക്, ബീഹാറിലേക്ക്, ഗൗഹാത്തിയിലേക്ക്, കേരളത്തിലേക്ക് ഒക്കെ പടരുകയാണ്. SFIയുടെയും ASFിൻ്റെയും ആഭിമുഖ്യത്തിൽ ആവശ്യപ്പെട്ട ആഹ്വാനം ചെയ്യപ്പെട്ട സ്കൂൾ ബന്ദ്, വിദ്യാർത്ഥി ബന്ദ് ഇന്നലെ നടക്കുകയുണ്ടായി. കഴിയുന്നിടത്തൊക്കെ അവർക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ. ഏതായാലും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അത് പടരുന്നതിൻ്റെ ചിത്രം ഇന്ന് സിറാജ് എന്ന പത്രം നമുക്ക് തരുന്നുണ്ട്. JNU പ്രതിഷേധം സംഘർഷം എന്ന ശീർഷകത്തിലാണ് ആ വാർത്ത സിറാജ് എത്തിക്കുന്നത്. കാണുക. ന്യൂഡൽഹി, പാറ്റ്ന, ഗൗഹാത്തി, ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്നാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. രാജ്യദ്രോഹ കുറ്റം ചുമത്തി JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് കൻഹയ്യ കുമാറിനെ അറസ്റ്റ് ചെയ്തെങ്കിലും മാധ്യമപ്രവർത്തകരെയും മറ്റും കോടതി വളപ്പിൽ മർദ്ദിച്ചതിലും പ്രതിഷേധിച്ച് രാജ്യത്താകെ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. സ്വാത്മപ്രചോദിതമായാണ് അത് നടക്കുന്നത്. അല്ലാതെ ആരുടെയും ആഹ്വാനം അതിനു പിന്നിൽ നേരിട്ടില്ല. തമിഴ്നാട്ടിലെങ്ങനെ നാടോടി ഗായകർ കോവനടക്കം 57 പേരെ ചെന്നൈയിൽ അറസ്റ്റ് ചെയ്തു. പാറ്റ്നയിൽ നിരവധി പേർക്ക് പരിക്ക്. പ്രതിഷേധക്കാർക്ക് നേരെ RSS ABVP ആക്രമണം എല്ലായിടത്തും നടക്കുന്നു. ഇന്നലെ തിരുവനന്തപുരത്ത് അഭിഭാഷകർ ബാർ അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ കോടതി ബഹിഷ്കരണം നടത്തിയപ്പോൾ അവിടെയും RSSനെ അനുകൂലിക്കുന്ന അഭിഭാഷകർ ഏറ്റുമുട്ടലിന് ചെന്ന ഒരു ചിത്രം നാം കാണുകയുണ്ടായി. അങ്ങനെ ദേശീയ നിലവാരത്തിലേക്ക് പുതിയ പ്രക്ഷോഭത്തിൻ്റെ അലയായി JNU പടർന്നു കയറുമ്പോൾ ചാനൽ റിപ്പോർട്ടർക്ക് JNUവിൽ പ്രതിഷേധ പൂക്കൾ, JNUവിൽ സന്ദർശകരുടെ തിരക്കാണ്. എന്താണ് ആ മഹത്തായ സ്ഥാപനത്തിൽ നടക്കുന്നതെന്നറിയാൻ ധാരാളം പ്രത്യേക പ്രാധാന്യമുള്ള ആളുകൾ സഞ്ചരിക്കുമ്പോൾ ചാനൽ റിപ്പോർട്ടർക്ക് JNUവിൽ പ്രതിഷേധപ്പൂവ് എന്ന ശീർഷകത്തിൽ ദേശീയം പേജിൽ സിറാജ് എന്ന പത്രം അതിൻ്റെ ചിത്രം തരുന്നത് കാണുക. കൻഹയ്യ കുമാറിൻ്റെ അറസ്റ്റിനെ തുടർന്ന് പ്രക്ഷുബ്ധമായ JNUവിൽ പ്രതിഷേധം ശക്തമായി തുടരുന്നു. പഠിപ്പ് മുടക്കി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി നിരവധി രാഷ്ട്രീയ നേതാക്കൾ എത്തുന്നുണ്ട്. സംഭവം റിപ്പോർട്ട് ചെയ്യാൻ നിരവധി മാധ്യമപ്രവർത്തകരും എത്തുന്നുണ്ട്. സി ന്യൂസിൻ്റെ റിപ്പോർട്ടർക്ക് ചുവന്ന റോസാ പുഷ്പം നൽകിയാണ് JNUവിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചത്. കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുന്നത് അവസാനിപ്പിക്കൂ എന്ന അപേക്ഷയോടെയാണ് വിദ്യാർത്ഥികൾ പൂ നൽകുന്നത് എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിൽ, നമ്മുടെ കേരളത്തിലേതെന്ന് മാതിരിയല്ല, ഉത്തരേന്ത്യയിൽ വലിയ വലിയ കള്ളങ്ങൾ ഇതിനെ മുൻനിർത്തി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. മാധ്യമലോകം കേരളത്തിലേതെന്ന മാതിരി സത്യസന്ധമായി, സത്യാത്മകമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലമല്ല ഉത്തരേന്ത്യ. ആ അർത്ഥത്തിൽ ഉത്തരേന്ത്യയിൽ ഈ തരം കള്ളപ്രചരണങ്ങൾ നടക്കുമ്പോൾ മാധ്യമപ്രവർത്തകരോട് JNUവിലെ വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത് സത്യസന്ധമായി ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക എന്നാണ്. തിഹാർ ജയിലിലാണ് കനഹയ്യ കുമാർ ഇപ്പോൾ ജീവിക്കുന്നത്. അദ്ദേഹത്തെ തിഹാർ ജയിലിൽ അടയ്ക്കും എന്ന സമയത്ത് പണ്ട് പാർലമെൻറ്റ് ആക്രമണ കേസുമായി ബന്ധിപ്പിച്ച് തൂക്കിലേറ്റിയ അഫ്സൽ ഗുരു കിടന്ന സെല്ലിലാണ് കനയ്യ കുമാറിനെ ഇപ്പോൾ അടച്ചിരിക്കുന്നത് എന്ന വാർത്തയും നമുക്കിന്ന് പത്രലോകം തരുന്നുണ്ട്. രാജ്യദ്രോഹ കുറ്റമാണ് അഫ്സൽ ഗുരുവിൻ്റെ പേരിൽ ചാർത്തിയിരുന്നത് നമുക്കറിയാം. ഏതായാലും അത് തെളിയിക്കപ്പെട്ടതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തെ തൂക്കിലേറ്റിയത്. അതേ സെല്ലിൽ കനയ്യ കുമാറിനെ അടയ്ക്കുമ്പോൾ രാജ്യദ്രോഹ മുദ്ര ജയിലിൽ തന്നെ നൽകപ്പെടുന്നുവോ എന്ന് സന്ദേഹിക്കേണ്ടിയിരിക്കുന്നു. JNUവുമായി ബന്ധിപ്പിച്ച് ഇന്ന് നമുക്ക് ലഭിക്കുന്ന കൗതുകകരമായ മറ്റൊരു വാർത്ത, അത് ഒട്ടും നിരുപദ്രവകരമായ വാർത്തയല്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയെല്ലാം തന്നെ സംഘപരിവാറിൻ്റെ വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ റീസ്ട്രീം ലൈൻ ചെയ്യാൻ
പുനരാവിഷ്കരണം നടത്താനുള്ള ശ്രമങ്ങൾ മോദി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ JNU എന്ന വിശ്വവിഖ്യാതമായ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ 8000-ലധികം കുട്ടികൾ പഠിക്കുന്ന ആ വലിയ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പേര് മാറ്റണം എന്ന ആവശ്യം ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ആവശ്യം ഉന്നയിക്കുന്നത് ഹിന്ദു മഹാസഭയാണ്. JNU ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി എന്ന പേരിൻ്റെ ജവഹർലാൽ നെഹ്റു എന്ന വാക്കുമാറ്റി പകരം ഹെഗ്ഡേവാറിൻ്റെ പേര് ഉപയോഗിക്കണം എന്ന നിലയ്ക്ക് ഒരു ആവശ്യം വന്നിരിക്കുന്നു. കൗതുകകരമാണ് ആ ആവശ്യം കാണുക. JNUവിന് ഹെഗ്ഡേവാറിൻ്റെ പേര് നൽകണമെന്ന് ഹിന്ദു മഹാസഭ, JNUവിന് RSS സ്ഥാപക നേതാവായ KB ഹെഗ്ഡേവാറിൻ്റെ പേര് നൽകണമെന്ന് ഹിന്ദു മഹാസഭ. ഈ ആവശ്യം ഉന്നയിച്ച് ഹിന്ദു മഹാസഭ ഭാരവാഹികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നിവേദനം നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ ചില ഉൾക്കള്ളികളൊന്ന് ആലോചിക്കാം. ഹിന്ദു മഹാസഭയ്ക്ക് JNUവിൻ്റെ പേര് മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതിനവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ സംഘടനയ്ക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാര്യത്തിൽ പങ്കില്ലാത്തതും നിഷേധാത്മകമായ പങ്ക് ഗാന്ധിജിയെ വധിച്ചുകൊണ്ട് അരങ്ങേറിയതുമായ ആ സംഘം ലോകമാസകലം തള്ളിപ്പറഞ്ഞ ഹിന്ദു മഹാസഭയുണ്ടല്ലോ, അവർക്ക് പോലും അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ജനാധിപത്യത്തിലുണ്ട് എന്ന് എല്ലാവരും സമ്മതിക്കും. ഏതായാലും പേരു മാറ്റണം, ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരു മാറ്റണം എന്ന് ഹിന്ദു മഹാസഭ ആവശ്യപ്പെടുമ്പോൾ സത്യത്തിൽ അവർ പറയേണ്ടിയിരുന്നത് ആരുടെ പേരാണ് പറയേണ്ടിയിരുന്നത്? സവർക്കറുടെ പേര് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. വീര സവർക്കറുടെ പേരിൽ ആ യൂണിവേഴ്സിറ്റി അറിയപ്പെടണം എന്നാണ് ഹിന്ദു മഹാസഭ പറഞ്ഞിരുന്നതെങ്കിൽ കുറേ കൂടി അത് മനസ്സിലാക്കാമായിരുന്നു. കാര്യം വീര സവർക്കർ ഒരു കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു എന്ന് മാത്രമല്ല, ഇവരുടെ അനിഷേധ്യനായ ഹിന്ദു മഹാസഭയുടെ അനിഷേധ്യനായ നേതാവുമാണ്. അങ്ങനെയല്ല ആവശ്യപ്പെട്ടത്, മറിച്ച് ഹെഗ്ഡേവാറിൻ്റെ പേരിടണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ആരാണ് ഈ ഹെഗ്ഡേവാർ എന്ന് മലയാളികൾക്കല്ല, ഭൂരിപക്ഷം ഇന്ത്യക്കാർക്ക് അറിയാൻ ഇടയില്ല അങ്ങനെയുള്ള ഒരാളുടെ പേര്. ഇനി നമുക്ക് പറയാം ആരാണ് ഈ ഹെഗ്ഡേവാർ. RSSൻ്റെ സ്ഥാപക നേതാവാണ് ഹെഗ്ഡേവാർ. ആ ഹെഗ്ഡേവാറിൻ്റെ പേരാണ് അധികം ആരും അറിഞ്ഞുകൂടാത്ത, അറിയാൻ ഇടയില്ലാത്ത അദ്ദേഹത്തിൻ്റെ പേരാണ് JNUവിന് കൊടുക്കണമെന്ന് ഹിന്ദു മഹാസഭ പറയുന്നത്. ഹിന്ദു മഹാസഭയെ കൊണ്ട് അങ്ങനെ ഒരു ആവശ്യം RSS ഉന്നയിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ലളിതമായി എന്ന് മാത്രമല്ല, ഹിന്ദു മഹാസഭ കൊടുത്തിരിക്കുന്ന നിവേദനമുണ്ടല്ലോ, ആ നിവേദനത്തിൽ 15 MP-മാർ ഒപ്പിട്ടിട്ടുണ്ട്. ഈ 15 പേരും BJP MP-മാരാണ്. BJP MP-മാർ ഒപ്പിട്ട നിവേദനം RSS സ്ഥാപക നേതാവിൻ്റെ പേര് JNUവിന് കൊടുക്കണം എന്നാവശ്യപ്പെടുന്ന നിവേദനം ഹിന്ദു മഹാസഭക്കാർ അവതരിപ്പിക്കുന്നു, മോദിക്ക് നൽകുന്നു എന്ന് പറയുമ്പോൾ എത്ര ആഭാസകരമാണ് ആ നിലപാട്. വ്യത്യസ്തമായി പാമ്പുകളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം ഹിന്ദു മഹാസഭയായാലും BJP ആയാലും RSS ആയാലും ഇനി ഏത് സേനയായാലും പരസ്പരം തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ് ഈ രാജ്യത്തിൻ്റെ മേൽ ഈ സംഘ പരിവാര വിഷ ചീറ്റുന്ന പാമ്പുകൾ എന്ന് പറയാൻ ഒരാൾ നിർബന്ധിതമായി തീരും ഈ ആഭാസ പ്രകടനങ്ങൾ കാണുമ്പോൾ. ഇന്നലെ കേന്ദ്ര മനുഷ്യ വിഭവശേഷി മന്ത്രി സ്മൃതി ഇറാനിയുടെ ആഭിമുഖ്യത്തിൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരുടെ ഒരു യോഗമുണ്ടായിരുന്നു. ആ യോഗം ഇന്നലെ നടക്കുമ്പോൾ ആ യോഗവുമായി ബന്ധിപ്പിച്ച് കൗതുകകരമായ വാർത്തകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ യോഗത്തിൻ്റെ വലിയൊരു തീരുമാനം എല്ലാ സർവകലാശാലകളിലും ഇനി നിർബന്ധമായും ദേശീയ പതാക പറന്ന് കളിക്കണം, അതിനുള്ള സംവിധാനം വേണം. ദേശീയ പതാക പറന്ന് കളിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തേണ്ടി വരുന്നത് ദേശീയ പതാക പാറിക്കളിക്കുന്നത് വഴി ദേശബോധം വളരും എന്ന ഉറച്ച ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ സർവകലാശാല വൈസ് ചാൻസലർമാരുടെ യോഗം സ്മൃതി ഇറാനി എന്ന മാനവ വിഭവശേഷി മന്ത്രി, കേന്ദ്രത്തിൻ്റെ ആ മന്ത്രി ഗൗരവകരമായ വിദ്യാഭ്യാസവും നേടിയിട്ടുള്ള ആളല്ല. ഏതായാലും എന്ത് മഹിമ കൊണ്ടാണ് ആ മഹതി ആ സ്ഥാനത്ത് എത്തിച്ചേർന്നതെന്ന് ഇപ്പോഴും BJPക്കോ മോദിക്ക് തന്നെയോ നന്നായി വിശദീകരിക്കാൻ കഴിയുന്ന അവസ്ഥയില്ല. 3 തവണ ഈ മഹതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. 3 തവണ തൻ്റെ വിദ്യാഭ്യാസ യോഗ്യത 3 നിലയ്ക്കാണ് അവർ അവതരിപ്പിച്ചിട്ടുള്ളത്.
അതേ സംബന്ധിച്ച് കോടതിയിൽ കേസും നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിലാണ് വലിയ ദേശീയ പതാക പാറിക്കളിക്കുന്ന തരത്തിൽ ദേശീയ പതാക യൂണിവേഴ്സിറ്റികളിൽ മുഴുവൻ ഉയർത്തണം എന്ന ആവശ്യം വന്നിരിക്കുന്നത്. സത്യത്തിൽ ഇന്ന് കേരള യൂണിവേഴ്സിറ്റിയുടെ അടക്കമുള്ള ക്യാമ്പസുകളിൽ ദേശീയ പതാക ഉയർത്താനുള്ള സംവിധാനം, ഫ്ലാഗ് ഹോയിസ്റ്റുകളുണ്ട്, പുതിയ കാര്യമൊന്നുമല്ല. എങ്കിലും ഇത് വേണമെന്ന് നിർബന്ധിക്കുന്നത് ദേശീയതയുമായി ബന്ധിപ്പിച്ച പുതിയ ആശയങ്ങൾ ആവിഷ്കരിക്കുന്നതിന് തന്നെയാണ്. ഭീമാകാരമായ ദേശീയ പതാകകൾ ഉയർത്തണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത്ര വലിയ ദേശീയ പതാക സ്നേഹം കാണിക്കുന്ന സ്മൃതി ഇറാനിയുടെ നേതാവുണ്ടല്ലോ, അദ്ദേഹം മോദി, സാക്ഷാൽ പ്രധാനമന്ത്രി മോദി, അദ്ദേഹം ജപ്പാനിൽ ചെന്നപ്പോൾ തല തിരിഞ്ഞ ദേശീയ പതാകയുടെ മുന്നിൽ നിന്ന് പ്രസംഗിക്കുന്ന ചിത്രം നാം കണ്ടതാണ്. വലിയ വലിയ ദേശസ്നേഹമാണ് ഈ മനുഷ്യർക്കൊക്കെ അവകാശപ്പെടാനുള്ളത്. ഇനി അതും വേണ്ട, അദ്ദേഹം റഷ്യയിൽ ചെന്നപ്പോൾ നാം കണ്ട അപഹാസ്യമായ ഒരു ചിത്രമുണ്ട്. ദേശീയ ഗാനം ജനഗണമന ആലപിക്കുന്ന സമയത്ത് ഈ പ്രധാനമന്ത്രി ഒന്നും അറിയാതെ നിലാവത്തഴിച്ചു വിട്ട കോഴിയെ മാതിരി അങ്ങോട്ട് നടന്നു നീങ്ങുന്നതും നാം കണ്ടതാണ്. നടന്നു നീങ്ങുകയാണ്. ദേശഭക്തി ഗാനം ആലപിക്കുമ്പോൾ, നിന്ന് കേൾക്കേണ്ട ദേശഭക്തി ഗാനം ആലപിക്കുമ്പോൾ അതൊരു വിദേശ രാജ്യത്ത് കൃത്യമായ ചടങ്ങ് അവതരിപ്പിച്ച് അവരത് ചെയ്യുമ്പോൾ ഈ പ്രധാനമന്ത്രി അതിനെ ഡിഫേ ചെയ്തുകൊണ്ട് നടന്നു നീങ്ങുന്ന ചിത്രം നാം കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ പ്രോട്ടോകോൾ ഓഫീസർമാർ പൂച്ചക്കുഞ്ഞിനെ മാതിരി തൂക്കിയെടുത്ത് പഴയ സ്ഥാനത്ത് അദ്ദേഹത്തെ പ്രതിഷ്ഠിക്കുന്ന ചിത്രവും നാം കണ്ടതാണ്. അവർക്കൊക്കെ എന്തുമാകാം, ഏത് ദേശീയ പതാകയും അപമാനിക്കാം, ഏത് ദേശഭക്തി ഗാനത്തെയും അപമാനിക്കാം. പക്ഷേ സാധാരണക്കാരുടെ ഇടയ്ക്ക് വരുമ്പോൾ നിർബന്ധപൂർവം ഇതൊക്കെ സാധാരണ മനുഷ്യർ, പകുതിയിലധികം 50-60 കോടി ജനത, ഒരു ദിവസം 20 രൂപയ്ക്ക് താഴെ താമസിക്കുന്ന ജീവിക്കുന്ന ഒരു രാജ്യത്ത് ഇതൊക്കെ ചെയ്യണമെന്ന് നിർബന്ധപൂർവം ആവശ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് JNU പ്രക്ഷോഭം മാറിയിരിക്കുന്നു. OP ശർമ്മ MLA BJP MLA ആണ്. CPIക്കാരെ നിലത്തിട്ട് ചവിട്ടുകയും അടിക്കുകയും ചെയ്യുന്ന ഉദാരമായ ജോലികൾ, പാവനമായ കർത്തവ്യങ്ങൾ അനുഷ്ഠിച്ച MLA ആണ്. അദ്ദേഹത്തിന് തെറ്റുപറ്റി എന്ന നിലയ്ക്ക് പോലീസ് കേസെടുത്ത് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. അപ്പോൾ തന്നെ ജാമ്യത്തിൽ വിടുകയും ചെയ്തു. എന്നാൽ കനയ്യകുമാർ ഇപ്പോഴും തിഹാർ ജയിലിൻ്റെ തണുത്ത നിലത്ത് അഫ്സൽ ഗുരു കിടന്ന അറയിൽ ഇപ്പോഴും കിടക്കുകയാണ്. ഇന്ന് സുപ്രീം കോടതിയിൽ അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത് വരെ സുപ്രീം കോടതി ഇന്ന് അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ കേൾക്കും എന്നാണ് വാർത്ത. സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണം കഴിഞ്ഞ ദിവസങ്ങളിൽ ദില്ലി കോടതിയിൽ, പാട്യാല ഹൈക്കോടതിയിൽ നടന്ന ബഹളങ്ങളുമായി ബന്ധിപ്പിച്ച് സുപ്രീം കോടതിയുടെ നിരീക്ഷണം വന്നിരിക്കുന്നു. ദേശാഭിമാനി അഴിഞ്ഞാട്ടം ആവർത്തിച്ചുകൂടാ, സുപ്രീം കോടതിയുടെ നിരീക്ഷണമാണ്. അത് 1-ാം പേജിൽ ആ വാർത്ത ദേശാഭിമാനി തരുന്നു. കാണുക, കോടതി പറയുന്നത് ന്യായീകരിക്കാനാകില്ല സംഘികളുടെ ഈ അഴിഞ്ഞാട്ട വിപ്ലവം, ഗൗണിട്ട വിപ്ലവം. അതേക്കുറിച്ച് സുപ്രീം കോടതി അഭിപ്രായം പറയുമ്പോൾ സുപ്രീം കോടതി അവരോധിച്ച 5 അംഗ അഭിഭാഷക സമിതി ഉണ്ടല്ലോ, ആ സമിതി കഴിഞ്ഞ ദിവസം അവരുടെ റിപ്പോർട്ട് നൽകി. കപിൽ സിബലിൻ്റെ ആഭിമുഖ്യത്തിലുള്ള സമിതി ദില്ലി ഹൈക്കോടതി രജിസ്ട്രാർ റിപ്പോർട്ട് നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇനി ലഭിക്കേണ്ട 2 റിപ്പോർട്ടുകൾ, ദില്ലി പോലീസിൻ്റെ റിപ്പോർട്ടും കേന്ദ്ര സർക്കാരിൻ്റെ റിപ്പോർട്ടും. ദില്ലി പോലീസിൻ്റെ റിപ്പോർട്ട് ഇന്ന് കോടതിക്ക് ലഭിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അഭിഭാഷക സംഘത്തിൻ്റെ റിപ്പോർട്ടിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ പാട്യാല ഹൈക്കോടതി പരിസരത്ത് ക്രമസമാധാനം തകർന്നു എന്ന നിരീക്ഷണമാണ് അഭിഭാഷക സംഘത്തിൻ്റെ റിപ്പോർട്ടിലുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും ഇന്ന് കനയ്യകുമാറിൻ്റെ ജാമ്യാപേക്ഷ പരിശോധിക്കുമ്പോൾ സുപ്രീം കോടതി ചില നിഗമനങ്ങളോ അഭിപ്രായങ്ങളോ പറയുക എന്ന് നമുക്ക് കാണാനാകും. ഏതായാലും അഴിഞ്ഞാട്ടം ആവർത്തിച്ചുകൂടാ എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. ദേശാഭിമാനി എന്ന പത്രം അത് ആദ്യ പേജിലെ ആദ്യ വാർത്തയാക്കി അഖിലിലൂടെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു. പാട്യാല ഹൗസ് കോടതിയിലെ അക്രമ സംഭവം അടക്കം രാജ്യത്തെ ക്രമസമാധാന നില താറുമാറായത് നീതിന്യായ സംവിധാനം ജാഗ്രതയോടെ നിരീക്ഷിക്കുന്നുണ്ടെന്ന വസ്തുത ആരും മറക്കരുത് എന്ന് സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകി. രാജ്യത്തിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ്. അടിയന്തര നടപടികളിലേക്ക് സുപ്രീം കോടതി നീങ്ങുന്നു എന്ന് ഈ വാർത്ത നമ്മോട് പറയുന്നു. ഒപ്പം തന്നെ ദേശാഭിമാനി ഇന്ന്
അതിൻ്റെ ലീഡ് വാർത്ത തന്നിരിക്കുന്നതും RSS ആയി ബന്ധിപ്പിച്ച ദേശീയ നിലവാരത്തിലുള്ള വാർത്തയാണ്. RSS കടന്നാക്രമണത്തെ ചെറുക്കുക എന്ന് CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും ഒക്കെ ചേരുന്ന സമയമാണ് CPIM ആവശ്യപ്പെട്ടിരിക്കുന്നു. RSS കടന്നാക്രമണത്തെ ചെറുക്കുക. സാജൻ എബുജീൻ ദില്ലിയിൽ നിന്ന് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. ഇടതുപക്ഷ ശക്തികൾക്ക് നേരെ RSS BJP നടത്തുന്ന കടന്നാക്രമണം ചെറുക്കാൻ CPIM കേന്ദ്ര കമ്മിറ്റി ആഹ്വാനം ചെയ്തു. വർഗീയ ശക്തികളുടെ വെല്ലുവിളികളെ നേരിടുന്നതിനായി അഖിലേന്ത്യാ പരിപാടിക്ക് രൂപം നൽകാൻ 6 ഇടതുപക്ഷ പാർട്ടികളുടെ യോഗം വെള്ളിയാഴ്ച ദില്ലിയിൽ ചേരും എന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇന്ന് നമുക്ക് വാർത്തയായി ദേശാഭിമാനി തന്നിരിക്കുന്നത്. ഇതൊക്കെ ചെയ്തതിന് ശേഷവും സംഘപരിവാർ ശക്തികൾക്ക് ഒരടക്കവും ഇന്ത്യയിൽ വരുന്നില്ല. ഒരു പുതിയ വാർത്ത കാണുക. രാഹുൽ ഗാന്ധിയെ എന്ത് ചെയ്യണം എന്ന് BJP MLA, രാജസ്ഥാൻ BJP MLA പറഞ്ഞിരിക്കുന്ന കാര്യം മംഗളം എന്ന പത്രം 1-ാം പേജിൽ പ്രാധാന്യത്തോടെ തരുന്നു. തൂക്കിക്കൊല്ലുകയോ വെടിവെച്ച് കൊല്ലുകയോ ഒക്കെ ചെയ്യേണ്ട ആളാണ് ഈ രാഹുൽ ഗാന്ധി, കാരണം രാജ്യദ്രോഹിയാണ് എന്ന് പറയുന്നത് BJP MLA കൈലാഷ് ചൗധരിയാണ്. നമുക്ക് ആ വാർത്തയിലേക്ക് പോകാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. പുതിയ പാരഗൺ സ്കൂൾ ഷൂസുകൾ കേരളത്തിലെ എല്ലാ പ്രമുഖ റീറ്റെയിൽ ഷോപ്പുകളിലും ലഭ്യം. അധികം എന്നതൊരു ചെറിയ വാക്കാണ്, എങ്കിലും ചിലരുണ്ട് ശരിയായ അർത്ഥത്തിൽ അധികം ചെയ്യുന്നവർ. ഉത്തരവാദിത്വങ്ങളുടെ കിരീടമണിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരുടെ വിശ്വാസവും തോളിലേറ്റി പുറപ്പെടുന്നു എന്നും അധികം ചെയ്യുവാൻ. സുഹൃത്തെ, ഈ അധികം എന്നത് എന്തിനാണ്? എന്റെ മകൾക്ക് വേണ്ടി, എന്റെ അച്ഛനു വേണ്ടി, എന്റെ അയൽപക്കത്തിനു വേണ്ടി, എന്റെ ഗ്രാമത്തിനു വേണ്ടി, എന്റെ നഗരത്തിനു വേണ്ടി, എന്റെ രാജ്യത്തിനു വേണ്ടി. ഈ അധികം എന്നത് ഒരു ചെറിയ വാക്കല്ല. ഇത് തന്നെക്കാളും അധികം തന്റെ പ്രിയപ്പെട്ടവരുടെ നേട്ടത്തിനു വേണ്ടി ജീവിക്കുന്നവരുടെ വ്യക്തിത്വത്തിനാണ്. TVS Jupiter, അധികം നേട്ടങ്ങളോടെ. BJP MLA കൈലാസ് ചൗധരി പറഞ്ഞത് ഇങ്ങനെയാണ്. മംഗളത്തിൻ്റെ 1-ാം പുറം വാർത്തയാണ്. രാജ്യദ്രോഹിയായ രാഹുലിനെ തൂക്കിക്കൊല്ലുകയോ വെടിവെച്ച് കൊല്ലുകയോ ചെയ്യണം. ഞാൻ ദേശസ്നേഹിയാണ്. ദേശത്തിനെതിരായ പ്രവർത്തനത്തിൽ സഹിഷ്ണുത പാടില്ല. ദേശസ്നേഹികൾക്ക് ഏത് ദേശദ്രോഹി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവരെയും വെടിവെച്ച് കൊല്ലാം, തൂക്കിക്കൊല്ലാം എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. JNU വിവാദത്തിൻ്റെ പേരിൽ കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് വധശിക്ഷ നൽകണമെന്ന ആവശ്യവുമായി BJP MLA മുന്നോട്ട് വന്നിരിക്കുന്ന വാർത്ത മംഗളം ഇന്ന് 1-ാം പുറത്ത് തന്നിരിക്കുന്നു. പാർലമെൻറ്റ് സമ്മേളനം ആരംഭിക്കാനിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ കോൽക്കളിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പാട്യാല ഹൈക്കോടതിയിലടക്കം ഇങ്ങനെ ആസന്നമായിരിക്കുന്ന പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് രാജ്യസഭയിലെ കോൺഗ്രസ് മേധാവി ആസാദ്, ഗുലാം നബി ആസാദ്, നരേന്ദ്രമോദിയെക്കുറിച്ച് കൗതുകകരമായൊരു നിരീക്ഷണം നടത്തിയിരിക്കുന്നു. ഹിന്ദു എന്ന പത്രം അത് 1-ാം പേജിലെ പ്രധാനപ്പെട്ട വാർത്തയാക്കിയിരിക്കുന്നു. കാണുക. മോദി ഡസിൻ അണ്ടർസ്റ്റാൻഡ് കോംപ്ലക്സിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ സങ്കീർണതകളെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത്. നരേന്ദ്രമോദി വളർച്ചയും വികസനവും വിദേശകാര്യവുമൊക്കെ തുടരെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ രാജ്യത്ത് ഒരു വിവാദത്തിൽ നിന്ന് മറ്റൊരു വിവാദത്തിലേക്ക് സംഘികളാൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മോദിക്ക് ഒന്നുകിൽ ഇന്ത്യയുടെ ബഹുസ്വരത എന്ത് എന്നറിയില്ല, അല്ലെങ്കിൽ അതറിയാൻ മോദി മിനക്കെടുന്നില്ല എന്നാണ് ഗുലാം നബി ആസാദ് പറഞ്ഞിരിക്കുന്നത്. പതാകയെക്കുറിച്ച് പറഞ്ഞുവല്ലോ. പതാകയെക്കുറിച്ച് പറയുമ്പോൾ കേന്ദ്ര സർവകലാശാലകളിൽ കൂറ്റൻ പതാകകൾ സ്ഥാപിക്കണം എന്ന ശീർഷകത്തിൽ മാതൃഭൂമി വാർത്തയും വീക്ഷണവും പേജിൽ സ്മൃതി ഇറാനിയുടെ നിലപാട് വ്യക്തമാക്കുമ്പോൾ അതേ സംബന്ധിച്ച വിശദാംശങ്ങൾ കാണുക. സർവകലാശാല ക്യാമ്പസുകളിലെ ഭരണകൂട വിരുദ്ധ വികാരങ്ങൾ ഇല്ലാതാക്കുകയാണ് കൂറ്റൻ ദേശീയ പതാകകളിലൂടെ ലക്ഷ്യമിടുന്നത്. ഉയരത്തിലുള്ള പതാകകൾ ജയ്പൂർ, ചണ്ഡീഗഡ് തുടങ്ങിയ പല നഗരങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്.
ഇനി ആ പതാകയുടെ വീതിയും നീളവും കാണുക. 90 അടി വീതിയും 60 അടി നീളവുമുള്ളതാണ് പതാകകൾ. 90 അടി വീതിയും നീളവും 90 അടി വീതിയും 60 അടി നീളവുമുള്ള കൂറ്റൻ പതാകകൾ സ്ഥാപിച്ചാൽ മാത്രമേ ഏതായാലും ഈ കാര്യങ്ങൾ ഇവിടെ നടപ്പാക്കാൻ കഴിയുകയുള്ളൂ എന്ന നിലയ്ക്കാണ് വാർത്തകൾ വരുന്നത്. എന്ന് പറഞ്ഞാൽ ദേശീയ പതാക എത്ര വലുതാകുന്നുവോ അത്ര ഗംഭീരമായിരിക്കും ഈ ദേശസ്നേഹം എന്ന നിലയ്ക്കാണ് സംഘപരിവാർ ഇതൊക്കെ ആലോചിക്കുന്നത് എന്ന് തോന്നും. JNUവിനെ മുൻനിർത്തി മോദിയും സംഘപരിവാരും ദേശദ്രോഹികളെ തേടിയിറങ്ങുമ്പോൾ ലോക നിലവാരത്തിൽ JNUവിനെ എങ്ങനെയാണ് ലോകം നോക്കിക്കാണുന്നത്? ഇന്ന് മലയാള മനോരമയുടെ വർത്തമാനം പുറത്ത് ചെറുതായിട്ടെങ്കിലും ആ വാർത്ത കൊടുത്തിരിക്കുന്നു. JNU വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്തുണ നൽകി പ്രമുഖർ. പിന്തുണ ആരൊക്കെയാണ് നൽകുന്നത്? ദേശാന്തരത്തിൽ വിദ്യാർത്ഥി സമരത്തെ പിന്തുണച്ച് പ്രമുഖ വിദേശ സർവകലാശാലകളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രംഗത്തെത്തി. അക്രമങ്ങളെയും പോലീസ് നടപടികളെയും ശക്തമായ ഭാഷയിൽ അപലപിച്ച് വിഖ്യാത ബുദ്ധിജീവി നോം ചോംസ്കിയും നോവലിസ്റ്റ് ഒർഹാൻ പമുക്കും അടക്കമുള്ളവർ പ്രസ്താവന പുറപ്പെടുവിച്ചു. സ്വതന്ത്ര ഇന്ത്യയെ ഇല്ലാതാക്കാനാണ് ഭരണകൂടം ശ്രമിക്കുന്നതെന്നും ഇത് ഇന്ത്യയുടെ മാത്രം പ്രശ്നമല്ലെന്നും ഹാർവാർഡ്, കേംബ്രിഡ്ജ്, കൊളംബിയ, ഓക്സ്ഫോർഡ്, ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് തുടങ്ങിയ പ്രമുഖ സർവകലാശാലയിലെ അക്കാദമിക് പ്രമുഖരടക്കം 455 പേർ ഒപ്പിട്ട പ്രസ്താവന ചൂണ്ടിക്കാട്ടി. JNU വിദ്യാർത്ഥികൾ തങ്ങളുടെയും സഹപ്രവർത്തകരാണെന്നും അവരുടെ നിയമവിരുദ്ധ തടങ്കൽ കയ്യും കെട്ടി നോക്കിയിരിക്കാനാവില്ലെന്നും അവർ പറഞ്ഞു. രാജ്യദ്രോഹ കുറ്റം ചുമത്തി JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് കനയ്യ കുമാറിനെ ജയിലിലടച്ചതിനെ ചോംസ്കിയും അടക്കമുള്ള 133 പ്രമുഖർ മറ്റൊരു പ്രസ്താവനയിലൂടെ നിശിതമായി വിമർശിച്ചു. അതുവഴി ലോകോത്തരമായ ഒരു പ്രമേയമായി ഇത് മാറിയിരിക്കുന്നു എന്നാണ് ഈ വാർത്തകൾ നമ്മോട് പറയുന്നത്. RSSുമായി ബന്ധിപ്പിച്ചല്ല CPIMനെ സംബന്ധിച്ച PBയുടെയും അതുപോലെ കേന്ദ്ര കമ്മിറ്റിയുടെയും യോഗങ്ങൾ കഴിഞ്ഞപ്പോൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്? PBയുടെ യോഗ തീരുമാനങ്ങൾ വരുന്നു. ബംഗാളിൽ എങ്ങനെ കോൺഗ്രസും അതുമാതിരി തന്നെ കോൺഗ്രസുമായി കൈകോർത്ത് പിടിക്കുമോ CPM തുടങ്ങിയ സന്ദേഹങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് അതേ സംബന്ധിച്ച ഉറച്ച തീരുമാനങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് കൗതുകകരമായ വാർത്തകളിലേക്ക് എങ്ങനെയാണ് വ്യത്യസ്ത പത്രങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്ന വാർത്തയിലേക്ക് പോകാം. ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് തിരിച്ചു വരാം. ബംഗാളിലെ തെരഞ്ഞെടുപ്പ് രംഗത്തെക്കുറിച്ച് CPM തന്നെ അതിൻ്റെ നിലപാട് വ്യക്തമാക്കുന്നത് കാണുക. ദേശാഭിമാനിയുടെ 1-ാം പുറം. ബംഗാളിൽ ജനാധിപത്യ ശക്തികളുമായി സഹകരിക്കും. പശ്ചിമബംഗാളിൽ വർഗീയ ശക്തികളുടെ ആക്രമണ നീക്കങ്ങളെ ചെറുത്ത് ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ CPIM എല്ലാ ജനാധിപത്യ ശക്തികളുടെയും സഹകരണം തേടും. തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ചർച്ച ചെയ്യും. അവരുടെ നിർദ്ദേശത്തിന്മേൽ തീരുമാനമെടുക്കാൻ കേന്ദ്ര കമ്മിറ്റി പോളിറ്റ് ബ്യൂറോയെ ചുമതലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അടക്കമുള്ള എല്ലാ ജനാധിപത്യ ശക്തികളുമായി നീക്കുപോക്കുകളിലേക്ക് നീങ്ങുന്നു CPM അവിടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് എന്ന നിലയ്ക്ക് നമുക്ക് അത് വായിച്ചെടുക്കാനാകുമെങ്കിൽ മലയാള മനോരമ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് കാണുക. ബംഗാളിൽ CPMൻ്റെ കോൺഗ്രസ് നയമായി പിൻവാതിൽ ചങ്ങാത്തം. വളരെ തുറന്നാണ് CPM അത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മനോരമയെ സംബന്ധിച്ചോളം അതൊരു പിൻവാതിൽ ചങ്ങാത്തമാണ്. ജോമി തോമസ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെ: ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി പിൻവാതിൽ ചങ്ങാത്തം ആകാമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തിയിരിക്കുന്നു എന്ന് ഈ വാർത്ത പറയുമ്പോൾ സഖ്യമില്ല ബന്ധമാകാമെന്ന ശീർഷകത്തിൽ മാതൃഭൂമി, സഖ്യമില്ല ബാന്ധവമാവാം എന്ന ശീർഷകത്തിൽ മാതൃഭൂമിയും ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. കനയ്യയ്ക്ക് ജാമ്യത്തിൻ്റെ സംബന്ധിച്ച് ഇന്ന് ഹർജി സുപ്രീം കോടതിയിൽ വരുമ്പോൾ അതേ സംബന്ധിച്ച് ജന്മഭൂമി പറയുന്നത് കാണുക. കേസിൽ ഡൽഹി ഹൈക്കോടതിയെ മറികടന്ന് ഇടപെട്ടതിൽ സുപ്രീം കോടതി ന്യായാധിപന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നത രൂപം കൊണ്ടിരിക്കുന്നു എന്ന് ജന്മഭൂമി കണ്ടെത്തുന്നു. മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനത്തിൻ്റെ പേരിൽ ധൃതി പിടിച്ച നടപടികൾ സുപ്രീം കോടതി സ്വീകരിക്കേണ്ടതില്ലായിരുന്നു എന്നാണ് മുതിർന്ന ന്യായാധിപരുടെ അഭിപ്രായമെന്ന് ജന്മഭൂമി പറയുന്നു. കനയ്യയുടെ അഭിഭാഷക വൃന്ദം ഗ്രോവറാണ് കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചത്. യാക്കൂബ് മേമൻ കേസിൽ വധശിക്ഷ നടപ്പാക്കുന്നത് തടയാൻ തലേന്ന് രംഗത്തെത്തിയ അഭിഭാഷകരായ പ്രശാന്ത് ഭൂഷൺ, രാജു രാമേന്ദ്രൻ, വൃന്ദ ഗ്രോവർ തുടങ്ങിയവരാണ് കനയ്യ കേസിലും സുപ്രീം കോടതിയിൽ വാദിക്കുന്നത് എന്നും ജന്മഭൂമി
കണ്ടെത്തുന്നു. ഈ വാർത്തകൾ അങ്ങനെയാണ് സഞ്ചരിക്കുന്നത്. ഇന്നാണ് സുപ്രീം കോടതിയിൽ ആ ജാമ്യാപേക്ഷ പരിഗണനയ്ക്ക് വരുന്നത്. BJP സ്ഥാനാർത്ഥി നിർണയ നിയന്ത്രണം RSSനായിരിക്കും ഉണ്ടാവുക. RSS പറഞ്ഞിട്ടാണ് കുമ്മനം രാജശേഖരനെ BJPയുടെ പ്രസിഡൻ്റാക്കിയത്. പ്രസിഡന്റിനെ മാത്രമല്ല സ്ഥാനാർത്ഥികളെയും തീരുമാനിക്കുന്ന RSS തന്നെ. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള BJPയുടെ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ RSS നേരിട്ട് നിയന്ത്രിക്കും. ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആരൊക്കെ മത്സരിക്കണമെന്നുള്ള കാര്യങ്ങളിൽ RSS സംസ്ഥാന ഘടകത്തിൻ്റേതായിരിക്കും അന്തിമ തീരുമാനം എന്നും ഈ വാർത്ത പറയുന്നു. സരിതയ്ക്ക് സോളാർ കമ്മീഷൻ താക്കീത് നൽകിയിരിക്കുന്നു. മംഗളം പത്രം കണ്ണാടിപ്പുറത്ത് വാർത്ത വരുന്നു. സരിതയ്ക്ക് സോളാർ കമ്മീഷൻ്റെ താക്കീത്. തെളിവുകൾ തിങ്കളാഴ്ച തന്നെ ഹാജരാക്കണം. ഇനി അക്കാര്യത്തിൽ വിട്ടുവീഴ്ച നടത്താൻ കഴിയില്ല. PP തങ്കച്ചനും സർക്കാരിനും സോളാർ കമ്മീഷൻ നോട്ടീസ് നൽകിയിരിക്കുകയും ചെയ്യുന്നു. PP തങ്കച്ചൻ പുലിവാല് പിടിച്ചു എന്നാണ് തോന്നുന്നത്. പേടിക്കേണ്ട, അദ്ദേഹം നിർവ്യാജം ഖേദപ്രകടനം നടത്തുക തന്നെ ചെയ്യും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. ക്ഷമിക്കുക, മുഖലേഖനങ്ങളല്ല. തേജസ് എന്ന പത്രത്തിൽ ഒരു മുഖപ്രസംഗം ഗംഭീരമായി ഇന്ന് വന്നിരിക്കുന്നു. അതാണ് പരിഗണനയ്ക്ക് എടുക്കുന്നത്. അഭിഭാഷകർ നിയമം കയ്യിലെടുക്കുമ്പോൾ അഭിഭാഷകർ നിയമം ലംഘിക്കേണ്ടവർ, നിയമം പാലിക്കേണ്ടവരാണ്, പാലിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടവരാണ്. എന്നാൽ അവർ നിയമം കയ്യിലെടുത്താലോ? തേജസ് പറയുന്നത് കാണുക. അഭിഭാഷകരും അഭിഭാഷക വേഷം അണിഞ്ഞ സംഘപരിവാർ അക്രമികളുടെ തേർവാഴ്ചയാണ് കോടതിക്കകത്തും കോടതി വളപ്പിലും കണ്ടത്. അഭിഭാഷകരിൽ നിന്നുണ്ടായത് ഒറ്റപ്പെട്ട നീക്കമല്ല. സംഘപരിവാര അഭിഭാഷകരുടെ അഴിഞ്ഞാട്ടത്തിന് ഹൂബ്ലിയിലും ജയ്പൂരിലും ലക്നൌവിലും ചെന്നൈയിലും കോടതികൾ മുമ്പ് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. നിയമവിദ്യാലയത്തിൽ നിന്ന് ബിരുദമെടുത്തതും കറുത്ത കോട്ട് ധരിക്കുന്നതും താൻ തോന്നിത്തം കാണിക്കുന്നതിന് ഒരു പൗരനും ലൈസൻസ് ആകുന്നില്ല. അതുകൊണ്ട് ഭരണ സംവിധാനങ്ങളും നിയമപാലകരും അക്രമികൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണം. ഇല്ലെങ്കിൽ അത് പൗരബോധമുള്ള സമൂഹത്തിൻ്റെ ബാധ്യതയായി മാറും എന്നാണ് തേജസ് നിരീക്ഷിക്കുന്നത്. ഇനി ഇന്നത്തെ കാർട്ടൂൺ. ഇപ്പോൾ നടക്കുന്ന JNUവിലെ പ്രക്ഷോഭം ആദ്യം ആരംഭിച്ചത് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നായിരുന്നു. തുടർന്ന് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലേക്ക് അത് പടർന്നു കയറി. ഇപ്പോൾ JNUവിൽ മോദി സർക്കാർ കുഴപ്പങ്ങളിൽ നിന്ന് കുഴപ്പങ്ങളിലേക്ക് നീങ്ങുമ്പോൾ നമ്മുടെ സമ്പദ്ഘടനയുടെ അവസ്ഥ എന്ത്? ഈ കാർട്ടൂൺ കാണുക. സമ്പദ്ഘടന എന്ന ഭീമനാന അതിശക്തമായി താഴേക്ക് പതിക്കുകയാണ്. സംരക്ഷാ ശ്രമത്തിൻ്റെ എല്ലാ മേൽക്കുടകളും ആ ആനയെ കൈവിടുമ്പോഴും ആ ആന താഴെ നാലുകാലിൽ പതിക്കുമെന്ന് പാഴ്പ്രത്യാശ നടത്തുന്ന കേശവ് കാർട്ടൂൺ ഹിന്ദുവിൽ നമുക്കിന്ന് കാണാം. ഇനി ഇന്നത്തെ ചിത്രം. കൊല്ലത്തും പരിസരത്തും താമസിക്കുന്നവർക്ക് എടുപ്പുകുതിര എന്ന വാക്ക് പരിചിതമാണ്. എന്താണ് ഈ എടുപ്പുകുതിര? എന്നാൽ എടുപ്പുകുതിരയ്ക്ക് കുതിരയുമായി ഒരു ബന്ധവുമില്ല. ഈ ചിത്രം കാണുക. ഇത് ഒരു എടുപ്പുകുതിരയുടെ ജലയാത്രയാണ്. കൊല്ലം തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തേവള്ളിക്കാരുടെ എടുപ്പുകുതിര അഷ്ടമുടിക്കായൽ പരപ്പിൽ സഞ്ചരിക്കുന്ന തോണി യാത്രയുടെ ചിത്രം ഇന്ന് ജ്യോതിരാജ് പകർത്തി കേരളകൗമുദിയാണ് തന്നിരിക്കുന്നത്. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനോട് സമാപിക്കുകയാണ്. ഹാവ് എ നൈസ് വീക്കെൻഡ്. ഗുഡ് ബൈ.